അടുത്ത ലോ എന്നത് പിച്ച് കവർ ചെയ്യുന്നതിനെ പറ്റിയാണ്. ലോ നമ്പർ 10. അപ്പോൾ യൂസ് ഓഫ് കവേഴ്സ് ബിഫോർ ദ മാച്ച് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗ്രൗണ്ട് അതോറിറ്റി ആൻഡ് ഇൻക്ലൂഡ് ഫുൾ കവറിങ് ഇഫ് റിക്വയർഡ്. അപ്പോൾ ഗ്രൗണ്ട് അതോറിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് മാച്ച് തുടങ്ങുന്നത്. ഹവർ ദ ഗ്രൗണ്ട് അതോറിറ്റി ഷെയർ ഗ്രാൻഡ് സ്യൂട്ടബിൾ ഫെസിലിറ്റി ടു ദ ക്യാപ്റ്റൻസ് to inspect the pitch before the nomination of their players and to umpires to discharge the duties as laid down in laws 2. അപ്പോൾ ലോ 6 പിച്ച്, ലോ 7 ക്രീസ്, വിക്കറ്റ്സ്, ഇങ്ങനെ പറഞ്ഞ 9 വരെയുള്ള ലോസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറ്റാവുന്ന രീതിയിൽ ഗ്രൗണ്ട് അതോറിറ്റി ചെയ്യണം എന്നുള്ളൊരു കേസാണ് പറയുന്നത്. മെയിൻലി നമ്മുടെ ക്യാപ്റ്റൻസ് പിച്ച് ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം പിച്ച് എന്ത് ടൈപ്പ് പിച്ചാന്നൊക്കെ അറിഞ്ഞതിന് ശേഷം വേണമല്ലോ. ഇപ്പോൾ ഒരു 10-16 പേരോ അല്ലെങ്കിൽ 20 പേരുള്ള ടീമാണെങ്കിൽ അതിൽ സ്പിന്നേഴ്സ് ഉണ്ടാവും, ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ടാവും. അപ്പോൾ പിച്ചിൻ്റെ ഒരു തരം ഇതൊക്കെ അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ബോളേഴ്സിൻ്റെ എണ്ണം അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ആളെ കളിപ്പിക്കാം എന്നുള്ളൊരു കാര്യമൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നോക്കണം. പിന്നെ അമ്പയേഴ്സിന് ഈ മേൽപ്പറഞ്ഞ ലോ 2 മുതൽ അമ്പയറിൻ്റെ ലോ ആണ്. പിന്നെ പിച്ചിനെ പറ്റിയും പിന്നെ ക്രീസും വിക്കറ്റ്സിനൊക്കെ പറഞ്ഞാൽ അതുപോലെ ലാസ്റ്റ് ലോ പ്രിപ്പറേഷൻ മെയിൻ്റെനൻസ് പറഞ്ഞ പോലെയുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഗ്രൗണ്ട് അതോറിറ്റി സൗകര്യം ഒരുക്കണം എന്നാണ് പറയുന്നത്. അടുത്ത് ഡ്യൂറിങ് ദ മാച്ച് കവർ ചെയ്യുന്ന കേസ് പറയുന്നത് അൺലെസ് ഡിറ്റർമിൻഡ് അതർവൈസ് ബിഫോർ ദ ടോസ് ഓൺ ഈച്ച് നൈറ്റ് ഓഫ് ദ മാച്ച് ആൻഡ് ഇൻക്ലിമെൻറ്റ് വെദർ അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ മാച്ച്. അതായത് എന്തെങ്കിലും മോശമായ കാലാവസ്ഥയിലോ എല്ലാ ദിവസവും രാത്രിയും പിന്നെ അതായത് ഇപ്പോൾ ടെസ്റ്റ് ആണെങ്കിൽ ഓരോ ദിവസങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ ദിവസങ്ങളിലും അല്ലെങ്കിൽ ടോസിന് മുന്നായിട്ടൊക്കെ മൂടിയിടുന്ന കേസാണ് പറയുന്നത്. അതർവൈസ് ഡിറ്റർമിൻഡ് ദ വോൾ പിച്ച്. എന്തൊക്കെയാണ് കവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വോൾ പിച്ച് ആൻഡ് മിനിമം ഓഫ് 4 feet അല്ലെങ്കിൽ 1.22 meter ബിയോണ്ട് ഇറ്റ് അറ്റ് ഈച്ച് എൻഡ് ഷാൽ ബി കവേർഡ്. പിച്ച് മാത്രമല്ല അതിൽ നിന്ന് 1.22 meter വിട്ട് 2 സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ട്രാ ഒരു കവറിങ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ദ ബോളേഴ്സ് റണ്ണപ്പ് വേർ പോസിബിൾ ഷാൽ ബി കവേർഡ്. റണ്ണപ്പ് എടുക്കുന്ന ഭാഗം കവർ ചെയ്യണം, കാരണം ഓടുമ്പോഴത്തേക്കും തെന്നി വീഴരുതല്ലോ. ഇനി കവർ എപ്പോഴാണ് റിമൂവ് ചെയ്യണേ? ഇഫ് ആഫ്റ്റർ ദ ടോസ് ദ പിച്ച് ഈസ് കവേർഡ് overnight, the cover shall be removed as soon as the practicable on each day that the play is expected to take place. അപ്പോൾ പ്ലേ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എത്രയും പ്രാക്ടിക്കബിളാണ്, അതായത് കവർ മാറ്റണം. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. അല്ലാത്ത പ്രാക്ടിക്കബിൾ ആയിരുന്ന ഏത് സാഹചര്യമാണ് ടോസിന് ശേഷം അല്ലെങ്കിൽ ഓവർനൈറ്റായിട്ട് കവർ ചെയ്തിട്ടുള്ള പിച്ച്. ഓവർനൈറ്റ് എന്ന് പറഞ്ഞാൽ തലേ ദിവസമൊക്കെ കവർ ചെയ്തിട്ട പിച്ചാണെങ്കിൽ വേഗം എത്രയും പെട്ടെന്ന് പ്രാക്ടിക്കലായിട്ടുള്ള സമയത്ത് മാറ്റുക എന്നുള്ളൊരു കേസ് പറഞ്ഞത്. ഇഫ് കവേഴ്സ് ആർ യൂസ് ഡ്യൂറിങ് ദ ഡേ ആസ് എ പ്രൊട്ടക്ഷൻ ഫ്രം ഇൻക്ലിമെൻറ്റ് വെദർ ഓർ ഇഫ് ദ ഇൻക്ലിമെൻറ്റ് വെദർ ഡിലേസ് ദ റിമൂവൽ ഓഫ് ദ ഓവർനൈറ്റ് കവേഴ്സ് ദേ ഷാൽ ബി റിമൂവ്ഡ് പ്രോംപ്റ്റ്ലി ആസ് സൂൺ ആസ് ദ കണ്ടീഷൻസ് അലോ. അതായത് ഇഫ് ദ കവേഴ്സ് ആർ യൂസ് ഡ്യൂറിങ് ദ ഡേ, അതായത് ആസ് എ പ്രൊട്ടക്ഷൻ ഫ്രം ഇൻക്ലിമെൻറ്റ് വെദർ, ബാഡ് വെദർ കൊണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇഫ് ദ ഇൻക്ലിമെൻറ്റ് വെദർ ഡിലേസ് ദ റിമൂവൽ ഓഫ് ഓവർനൈറ്റ് കവേഴ്സ്, തലേ ദിവസം രാത്രി ഇട്ട കവർ രാവിലെ നോക്കുമ്പോൾ നല്ല മഴ, അപ്പോൾ എടുക്കാൻ പറ്റാണ്ടിരിക്കുന്നു. അപ്പോൾ അത് എപ്പോഴാണോ ഇത് റിമൂവ് ചെയ്യാൻ പ്രാപ്തമാവുന്ന അല്ലെങ്കിൽ ഓക്കെ ആവുന്ന ആ കണ്ടീഷൻസ് ആ ടൈമിൽ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ലോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്, നമ്മൾ കണ്ടേക്കുന്ന കാര്യങ്ങളാണ്. ഗ്രൗണ്ട് സ്പിൻ വന്ന് കവർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ആ ഒരു കേസ് മാത്രമേ ഇതിൻ്റെ അകത്ത് പറയുന്നുള്ളൂ.